ബഹുമാന്യനായ ശ്രീ അഷ്റഫുക്ക, തൃക്കാക്കര നഗരസഭാ കൗൺസിലറും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ശ്രീ നൌഷാദ് പല്ലച്ചി അവറുകൾ, എൻ്റെ പ്രിയ സുഹൃത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കാസിം, വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ സിദ്ദിഖ് അടക്കമുള്ള വിശിഷ്യ നമ്മുടെ സ്ഥാനാർത്ഥിമാരായ ദേവയാനി ചേച്ചി, പ്രിയ ജോയി അടക്കം, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹി ശ്രീ ബാബുച്ചേട്ടൻ അടക്കമുള്ള ശ്രീ അബ്ദു അടക്കമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നിങ്ങളുടെ ക്ഷമയെ ഞാൻ പരീക്ഷിക്കുന്നില്ല. കാരണം ഒത്തിരി സമയമായി നിങ്ങൾ കാത്തിരിക്കുകയാണ്. കാരണം ഈ ഇലക്ഷൻ ആയതുകൊണ്ട് പല സ്ഥലത്തും പല മീറ്റിങ്ങുകളും എല്ലാം ഈ അരമണിക്കൂറും 15 മിനിറ്റ് ഗ്യാപ്പിട്ടൊക്കെ ആയിരുന്നു. MLA ഒരു സ്ഥലത്ത് വരാൻ ഇത്തിരി വൈകിപ്പോയി. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് മറ്റെല്ലാം വൈകി. എന്തായാലും ഇപ്പം നൌഷാദൊക്കെയും ഇവിടെ എല്ലാവരും രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. നമുക്ക് 2 സ്ഥാനാർത്ഥിമാർ ഇവിടെ ഉണ്ട്. ഈ വാർഡിലെ സ്ഥാനാർത്ഥി ദേവയാനി ചേച്ചി ഏകകണ്ഠമായിട്ടൊരു പേര് വന്നതാണ്. ഒരു ആശാ വർക്കർ എങ്ങനെയായിരിക്കണം, അത് കൃത്യമായിട്ട് വർഷങ്ങളായിട്ടുള്ള നിരന്തര പ്രയത്നത്തിലൂടെ തെളിയിച്ച് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളൊരു കാൻഡിഡേറ്റാണ്. അപ്പോൾ ആ കാൻഡിഡേറ്റ് തീർച്ചയായിട്ടും ഈ നമ്മുടെ ഈ വാർഡിന് തന്നെ വലിയൊരു അഭിമാനമാണ്. നമുക്ക് എവിടെയാണെങ്കിലും എടുത്ത് കാണിക്കാൻ പറ്റും. അതുപോലെ തന്നെ പ്രിയ ആണെങ്കിലും പ്രിയയുടെ ഹസ്ബൻഡ് നമ്മുടെ കോൺഗ്രസിൻ്റെ ഒരു ആത്മാർത്ഥമുള്ള ഒരു പ്രവർത്തകനാണ് അദ്ദേഹം ഞങ്ങൾ ഒരുപാട് ദീർഘകാലമായി പ്രവർത്തിച്ച് പരിചയമുള്ള ഒരാളാണ്. അപ്പോൾ ആ ഒരു അംഗീകാരം പ്രിയയ്ക്കും കിട്ടി. അപ്പോൾ അങ്ങനെ ഈ 2 സ്ഥാനാർത്ഥികൾ വളരെ മികവുറ്റ സ്ഥാനാർത്ഥികളാണ്. അപ്പോൾ അവർക്ക് വേണ്ടി 2 സ്ഥാനാർത്ഥിമാരല്ല, ഇപ്പോൾ നമ്മളെല്ലാ സ്ഥാനാർത്ഥിമാരാണെന്നുള്ള ഒരു ചിന്തയോടുകൂടി എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് ഇവരെ വൻ ഭൂരിപക്ഷത്തോട് നമുക്ക് വിജയിപ്പിക്കണം, തൃക്കാക്കര നഗരസഭയുടെ ഭരണസമിതിയിലേക്ക് എത്തിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. വ്യക്തികളും നമ്മുടെ എല്ലാ സഹോദരന്മാർക്കും നമസ്കാരം. ഞാൻ യാദൃശ്ചികമായിട്ടാണ് എനിക്കിപ്പോൾ ഈ ഒരു കാൻഡിഡേറ്റ് ഒരു സ്ഥാനാർത്ഥിയാകാനുള്ള അവസരം തന്ന ആ ദൈവത്തോട് ഞാൻ ആദ്യം നന്ദി പറയുകയാണ്. കാരണം എൻ്റെ ഹസ്ബൻഡ് ബാബുവാണ് ഇതിനകത്ത് എല്ലാം ആക്റ്റീവായിട്ട് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഞാനൊരു കോൺഗ്രസിനെ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിൻ്റെ എല്ലാവിധ ആത്മാർത്ഥതയോടും കൂടി ഞാൻ എൻ്റെ പാർട്ടിയെ സ്നേഹിക്കുന്നു. അതുപോലെ എനിക്ക് കിട്ടിയ അവസരത്തെ ഞാൻ ഏറ്റവും അധികം മാക്സിമം നന്നായിട്ട് എനിക്ക് നല്ലൊരു വിജയത്തിലേക്ക് എത്താനുള്ള മാക്സിമം ഞാൻ ശ്രമിക്കും. ഇനി ഇത് കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ എൻ്റെ പരമാവധി എൻ്റെ ശ്രമങ്ങളെല്ലാം അതിനു വേണ്ടിയായിരിക്കും. അതിലുപരി ഇപ്പോൾ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച, അതായത് ഇവിടുത്തെ സ്ഥാനാർത്ഥിയായ ദേവയാനിയോട് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. ബാക്കി എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവരോടും എൻ്റെ അകമഴിഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും എൻ്റെ എല്ലാവരുടെ നിന്നുള്ള സഹകരണം, ആത്മാർത്ഥമായ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നന്ദി, നമസ്കാരം. ശാഖയുടെ സെക്രട്ടറിയാണ്. ഞങ്ങളുടെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സ്ഥാനാർത്ഥി ആരായാലും ആ സ്ഥാനാർത്ഥിനെ വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ പരിശ്രമം ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ദിലീപ് സാറ് പറഞ്ഞ പോലെ ഒരു വോട്ടിന് നമ്മൾ പുറകിലാണെന്നുള്ള ഒരു ചിന്തയിൽ നമ്മളുടെ പ്രവർത്തനം മുന്നോട്ട് പോകണം. അപ്പോൾ 2 സ്ഥാനാർത്ഥിമാരും നല്ല രീതിയിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ കൂടി എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട്